ഇപ്പോൾ വന്ന സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് അയോധ്യ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ജസ്റ്റിസ് ഖെഹാർ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, ഇപ്പോൾ സുപ്രധാനമായ വിഷയം യുപിയിലടക്കം പുതിയ തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ കൂടി അയോധ്യ പ്രശ്നം ഏറെ സജീവമായ ഒരു ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജസ്റ്റിസ് ഖെഹാറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു സംഭവവികാസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അയോധ്യ പ്രശ്നം അത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായ ഒരു സംഭവമാണ് ബാബറി മസ്ജിദ് തകർത്ത സംഭവം. ഇതിൽ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കീഴ്ക്കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെയുള്ള അപ്പീൽ മുസ്ലിം സംഘടനകൾ നൽകിയിരുന്ന അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതുകൂടാതെ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് അടിസ്ഥാനപരമായി ആ കേസിൽ നിന്ന് മുൻ ഉപപ്രധാനമന്ത്രിയായ LK അദ്വാനി, BJP നേതാക്കളായ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയവരെല്ലാം തന്നെ വെറുതെ വിട്ടിരുന്നു. ആ വെറുതെ വിട്ട നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുള്ള അയോധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകൾ വിവിധ കോടതികളുടെ പരിഗണനയിലുണ്ട്, സുപ്രീം കോടതിയുടെ തന്നെ പരിഗണനയിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയിൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന BJPയുടെ ഒരു നേതാവാണ്, അദ്ദേഹം നൽകിയ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ മുന്നോട്ട് വെച്ചത്. ജസ്റ്റിസ് JS ഖെഹാർ പറഞ്ഞത്, ഈ വിഷയം, ഈ തർക്കം കോടതിയുടെ അന്തിമമായ വിധിക്ക് വിടുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് പരസ്പരം ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതാണ് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു മധ്യസ്ഥതയ്ക്ക് എത്താൻ തയ്യാറാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ ഇരുവിഭാഗവുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനായി താൻ മുൻകൈയെടുക്കാൻ തയ്യാറാണ്. ഇതിലെ ഹർജിക്കാരനായ സുബ്രഹ്മണ്യ സ്വാമിയോട് പറഞ്ഞത്, ആദ്യഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തണം, അതിനുശേഷം ആവശ്യമെന്ന് വരികയാണെങ്കിൽ താൻ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എല്ലാവരും തന്നെ പോയത്. ഇതിനകത്ത് നേരത്തെ തന്നെ ഈ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്ന ഒരു കേസുണ്ടായിരുന്നു, ഒരു വസ്തു തർക്ക കേസുണ്ടായിരുന്നു. ഈ കേസിൽ എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് ഒരു 50-60 വർഷക്കാലത്തെ കോടതി നടപടികൾക്ക് ശേഷമാണ് ഇതിനകത്ത് കീഴ്ക്കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. ആ വിധിന്യായമാവട്ടെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ആ തർക്ക സ്ഥലത്തിൻ്റെ, ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം അത് ഹൈന്ദവ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലുള്ളൊരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ ആ വിധിന്യായത്തിനകത്ത് നിരവധി അപാകതകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അപാകത എന്ന് പറഞ്ഞാൽ, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് നിയമപരമായ കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല. ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വാസം പരമ്പരാഗതമായി എത്രയോ വർഷങ്ങളായി വിശ്വാസികളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനം, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരമായ കാര്യങ്ങളല്ല എന്നുവരെ അതിനകത്ത് ആ 3-അംഗ ബെഞ്ചിലെ ഒരു ജഡ്ജ് എഴുതി വെച്ചിരുന്നു. ഇതെല്ലാം തന്നെ വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീൽ നൽകിയ സാഹചര്യത്തിൽ തന്നെ കീഴ്ക്കോടതിയുടെ വിധിന്യായം നടപ്പിലാക്കുന്നത് തടഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ളൊരു കേസിൽ പരസ്പരമുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വിഷയം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നേരത്തെ രഥയാത്ര നടന്നിരുന്നു. രഥയാത്രയുടെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് 1991 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ഒരു സംഭവവികാസമുണ്ടായത്. ആ തകർക്കപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട, അതിന് പിറകിൽ ഗൂഢാലോചന നടത്തിയവരെല്ലാം തന്നെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം കേസുകളൊക്കെ ഈ വളരെ സങ്കീർണമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇതിന് നിയമപരമായി ഒരു പരിഹാരം സാധ്യമല്ല എന്ന് രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പരസ്യമായി പറയുന്ന അത്യപൂർവമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സോമി,
തീർച്ചയായിട്ടും ദില്ലിയിൽ നിന്ന് മനു ശങ്കർ കൂടി ഈ അവസരത്തിൽ ചേരുന്നുണ്ട്. മനുവിലേക്ക് കൂടി പോയതിനു ശേഷം തിരികെ എത്താം. മനു, മധ്യസ്ഥതയ്ക്ക് അയോധ്യ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് JS കെഹാർ പറഞ്ഞിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്? അവിടെ നിന്നുള്ള സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ്? സ്വാമി, കോടതിക്ക് പുറത്ത് അയോധ്യ വിഷയത്തിൽ ഒരു രമ്യമായ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതിന് താൻ ഇടനിലയായി നിൽക്കാൻ പോലും തയ്യാറാണ് വേണമെങ്കിൽ എന്നാണ് ചീഫ് ജസ്റ്റിസ് JS കെഹാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2010 അലഹബാദ് ഹൈക്കോടതി വിധി നേരത്തെ വന്നിരുന്നതാണ്. അന്ന് ഈ അലഹബാദ് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഇത് തങ്ങൾക്ക് അനുകൂലമായ വിധിയെന്ന് ഈ ഹൈന്ദവ സംഘടനകളും PHP അടക്കമുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ മറുവിഭാഗം പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അന്നു മുതൽ തന്നെ ഈ അപ്പീലിന്മേൽ ഒരു തീർപ്പാകാതെ സുപ്രീം കോടതിയിൽ കേസ് നീണ്ടുപോവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു തീർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് BJP നേതാവ് കൂടിയായ സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ അയോധ്യ വിഷയത്തിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഇതൊരു വൈകാരിക വിഷയമായി സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഇതൊരു മതവിഷയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ എത്രയും വേഗം രമ്യമായ ഒരു പരിഹാരമാണ് സുപ്രീം കോടതി മുന്നിൽ കാണുന്നത്. അതിന് എന്ത് ഇടപെടലും ഏത് സാഹചര്യം ഒരുക്കുന്നതിനും കോടതി തയ്യാറാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് JS കെഹാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ സ്വന്തം നിലയിൽ തന്നെ ചർച്ച നടത്താം എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോടതിക്ക് പുറത്തു വച്ച് തന്നെ ചർച്ച നടത്തി ഒരു സംയോജിതമായ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ചർച്ചകൾക്ക് ഇരുവിഭാഗത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ തയ്യാറാണെന്നും ചീഫ് ജസ്റ്റിസ് JS കെഹാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോരാ, മറ്റാരെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ സർവ്വ സ്വീകാര്യനായ മറ്റേതെങ്കിലും പ്രമുഖ വ്യക്തിയെ തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി നിയന്ത്രണം കൊണ്ടുവരാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലവിൽ പ്രായോഗിക തലത്തിൽ അംഗീകരിക്കാനാകുന്നതല്ല എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും ഇങ്ങനെ പല നിർദ്ദേശങ്ങളും കോടതികൾ മുന്നോട്ട് വച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകില്ല. പകരം അന്തിമമായ ഒരു വിധിന്യായമാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കേണ്ടതെന്നും അന്തിമ ജുഡീഷ്യൽ ഒരു നിർദ്ദേശവും ഉത്തരവും വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം LK അദ്വാനി, മുരളി മനോഹർ ജോഷി അടക്കമുള്ള നേതാക്കളുടെ പങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്ന പരിഹാര നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനാൽ ഈ ഒരു നിർദ്ദേശത്തിന്മേൽ മറുപടി നൽകാനാണ് സുപ്രീം കോടതി സുബ്രഹ്മണ്യൻ സ്വാമിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 31-ാം തീയതി ഇവരുടെ വിശദീകരണം കൂടി ആരാഞ്ഞ ശേഷം സുപ്രീം കോടതി തുടർ നിലപാട് വ്യക്തമാക്കും. സോമി, മനുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ രാജേന്ദ്രനിലേക്ക് തന്നെ പോകുമ്പോൾ, രാജേന്ദ്രൻ, ഇവിടെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിക്ക് പുറത്ത് ഒരു മധ്യസ്ഥ ശ്രമത്തിനാണ് ജസ്റ്റിസ് കെഹാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതീവ സങ്കീർണമായ ഒരു വിഷയം, സുപ്രധാനമായ അല്ലെങ്കിൽ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് പകരം കോടതിക്ക് പുറത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കീർണമാണ് ആ കാര്യങ്ങൾ? എത്രത്തോളം അതിനെ പോസിറ്റീവായി കാണാൻ സാധിക്കും? ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അയോധ്യയിലെ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്തിൻ്റെ ഉടമസ്ഥാവകാശം, ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം തന്നെ അവിടെ പ്രാദേശിക തലത്തിൽ അവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സന്യാസികളും അതോടൊപ്പം തന്നെ അവിടുത്തെ മുസ്ലിം മത വിശ്വാസികളും അവരുടെ നേതാക്കളും എല്ലാം കൂടി പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കത്തിലെല്ലാം തന്നെ വളരെ രമ്യമായ രീതിയിലാണ് അവിടുത്തെ ഈ ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായി മാറിയ ആ ഘട്ടം മുതൽക്കാണ് ഇത് വളരെ സംഘർഷഭരിതമായത്. ഈ അയോധ്യ പ്രശ്നത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി നേരത്തെ പൂട്ടിക്കിടന്നിരുന്ന ബാബറി മസ്ജിദിൻ്റെ ഈ താഴ് തുറന്നു കൊടുത്തു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജീവ് ഗാന്ധി വലിയ രീതിയിൽ, പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വലിയ രീതിയിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഷാബാനു ബീഗം കേസിൻ്റെ വിധിന്യായത്തെ മറികടക്കാനായി കൈക്കൊണ്ട എല്ലാ നടപടികളും തന്നെ വലിയ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയപരമായി ആകർഷിക്കാനുള്ള
ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിലുള്ള വിമർശനം വന്ന ഘട്ടത്തിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ കൂടി പിന്തുണ ആർജിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിൻ്റെ പൂട്ടുകൾ തുറന്നു കൊടുത്തത്. ബാബറി മസ്ജിദിൻ്റെ പൂട്ടുകൾ തുറന്ന് അത് അയോധ്യയിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ആരാധന നടത്താനായാണ് തുറന്നു കൊടുത്തത്. എന്നാൽ ഇതിനെ തുടർന്ന് ഈ വിഷയം അന്ന് BJP ആവട്ടെ, BJP ഇന്ത്യയിലെ ഒരു വളർച്ചയുടെ ഒരു പുതിയ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഈ ഒരു സംഭവം വളരെ തന്ത്രപരമായി BJP വിനിയോഗിച്ചു. BJPയുടെ അന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവായ LK അദ്വാനി ഈ രഥയാത്ര ആരംഭിച്ചു. ഈ രഥയാത്രയിലുടനീളം രഥയാത്ര കടന്നുപോയ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾക്ക് കാരണമായി. അവസാനം VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ രഥയാത്ര തടഞ്ഞു. രഥയാത്ര തടഞ്ഞതിനെ തുടർന്ന് ആ സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. ഇതിനെ തുടർന്ന് BJP വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി രാജ്യത്ത് മാറി. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ ഇത് വളരെ ഒരു തികച്ചും പ്രാദേശികമായൊരു വിഷയം. ആ പ്രദേശത്തെ വിഭാഗങ്ങളിലെയും നേതാക്കൾ ചേർന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയം. ഇത് ഇത്ര കണ്ട് ആളിക്കത്താനുള്ള കാരണം ഇതിനെ രാഷ്ട്രീയ വിഷയമായി BJP ഉപയോഗിച്ചത് തന്നെയാണ്. എന്നാൽ പിന്നീട് പല ഘട്ടത്തിലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നത് കാഞ്ചി ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. കാഞ്ചി ശങ്കരാചാര്യർ അദ്ദേഹം മുസ്ലിം മത നേതാക്കളുമായി, മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ഹൈന്ദവ സംഘടനകളും BJPയും എല്ലാം തന്നെ കൈക്കൊണ്ടിരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ബാബറി മസ്ജിദ് നേരത്തെ നിലനിന്നിരുന്ന അതേ സ്ഥാനത്ത് ഹിന്ദു ക്ഷേത്രം പണിതേ തീരൂ എന്ന ഉറച്ച നിലപാടാണ് ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും ലക്ഷ്യം കാണാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻകൈയെടുത്തൊരു ചർച്ച നടത്തിയാലും ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ളൊരു വിട്ടുവീഴ്ച വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും BJPയുടെയും BJP സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെയും BJP അധ്യക്ഷൻ്റെയും എല്ലാം ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനേ സാധിക്കില്ല. പൂർണ്ണമായും മുസ്ലിം മതവിഭാഗങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം എന്നൊരു നിർദ്ദേശമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും തന്നെ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതുകൂടാതെ ബാബറി മസ്ജിദ് തച്ചു തകർത്തു. ബാബറി മസ്ജിദ് ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അത്. അതിനെ തുടർന്ന് നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായി. രാജ്യത്ത് തീവ്രവാദം ശക്തമായി. ഇതിനെല്ലാം അടിസ്ഥാനപരമായുള്ള കാരണം പറഞ്ഞാൽ ഈ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒരു അന്തിമമായ വിധിന്യായമാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെതായ അനുരഞ്ജന ചർച്ചാ ശ്രമങ്ങൾ എത്ര കണ്ട് ലക്ഷ്യം കാണും എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു കേസിൽ വളരെ നിർണായകമായ വിധി പുറപ്പെടുവിക്കേണ്ട ഒരു സർവോന്നത നീതിപീഠം നിയമപരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് എന്നൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ UP യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. തീവ്ര ഹിന്ദുത്വ മുഖമുള്ള യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ വളരെ സജീവമായി തന്നെ ഉന്നയിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജസ്റ്റിസിന്റെ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ടുള്ള വരവ്. അതിനെ കൂടി എങ്ങനെ നോക്കിക്കാണേണ്ടതുണ്ട്? തീർച്ചയായും ആ കാര്യങ്ങളുടെ കൂടി UPയിലുണ്ടായ സംഭവവികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിലപാടിനെയും ഇതിൻ്റെ പുതിയ സംഭവവികാസങ്ങളെയും കാണാം. കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിതീവ്രമായ ഒരു ഹിന്ദുത്വ നിലപാടുമായാണ് BJPയും കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും എല്ലാം മുന്നോട്ട് പോകുന്നത്. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ വർഗീയ പ്രചാരണത്തിൻ്റെ ഒരു വക്താവാണ്. മറ്റ് പല BJP നേതാക്കൾക്കും കുറെ കൂടിയെല്ലാം തന്നെ അവർ വളരെ പുരോഗമനപരമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നു. അവർ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ന്യൂനപക്ഷങ്ങളോടെല്ലാം അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സമീപനം കൈക്കൊള്ളുന്നു എന്ന രീതിയിലുള്ള പ്രതിച്ഛായുള്ള കുറേ നേതാക്കൾ BJPക്കകത്തുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വളരെ പരസ്യമായി വർഗീയ പ്രചാരണം നടത്തുന്ന ഒരു നേതാവാണ് ഇന്നത്തെ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരു കാര്യം, BJP അധികാരത്തിൽ വന്നാൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം നിറവേറ്റാനായാൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യും. BJPയുടെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട
ഈ ആവശ്യങ്ങളിലൊന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. അവർ മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ: ഒന്ന്, കാശ്മീരിന്റെ പ്രത്യേക അവകാശം പിൻവലിക്കണം; രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണം; 3, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൗത്യം നിർവഹിക്കാനുള്ള ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതാണ് BJP നേതൃത്വത്തിൻ്റെയും RSSൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അയോധ്യ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അതൊരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സമയപരിമിതിയാണ്. അയോധ്യ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ജസ്റ്റിസ് JS കഹാർ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് രാജേന്ദ്രൻ നൽകിയത്. ഒപ്പം തന്നെ ഈ വാർത്തയുടെ ഡൽഹിയിൽ നിന്നുള്ള പ്രതികരണമാണ് മനു ശങ്കരൻ നൽകിയത്.